നമ്മൾ നാട്ടിൽ പോവാണ്. ഫൈനലി ഇന്നാണ് ആ ദിവസം, ഞങ്ങൾ നാട്ടിൽ പോണ ദിവസം. ഇത്തവണത്തെ പോക്കിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഞങ്ങൾ 2 കൊല്ലം കഴിഞ്ഞാണ് പോകുന്നത്. രണ്ടാമത്തത് പാപ്പുനെ അവിടെ ആരും കണ്ടിട്ടില്ല. സോ ഇത്തവണത്തെ മെയിൻ അട്രാക്ഷനും സ്റ്റാറും എല്ലാം പാപ്പുവാണ്. അതിനെല്ലാം മേലെ ഇത്തവണത്തെ പോക്കൊരു സർപ്രൈസാണ്. പറഞ്ഞ ഡേറ്റിനെക്കാട്ടി ഒരാഴ്ച മുന്നേ ഞങ്ങളങ്ങ് ചെല്ലുവാണ്. എന്താവും ഒരു പിടുത്തം. ഞങ്ങളുടെ ഒരു കൊല്ലത്തെ പ്ലാനിങ്ങിനൊടുവിലുള്ളൊരു പോക്കാണിത്. ഭയങ്കര സന്തോഷമുണ്ട്. പാപ്പുനെ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ മുതൽ നമ്മളിങ്ങനെ പോകണം, സർപ്രൈസ് ആയിട്ടേ പോകാൻ പാടുള്ളൂ എന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. സോ ഞങ്ങളാണ് ഏറ്റവും എക്സൈറ്റഡ്. എങ്ങനെയാകും എന്താകും എന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. ഞങ്ങൾ ആംസ്റ്റർഡാമിൽ നിന്നാണ് പോകുന്നത്. ഇത്തവണ ഫ്ലൈറ്റ് എടുത്തേക്കുന്നത് ആംസ്റ്റർഡാമിൽ നിന്നാണ്. സോ ഡാരിസേട്ടൻ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തു. ഈവനിങ് ആണ് ഫ്ലൈറ്റിൻ്റെ ടൈം. സോ ഫസ്റ്റ് ഫ്ലൈറ്റാണ് പാപ്പുൻ്റെ. അതുകൊണ്ട് അതിൻ്റെതായ ടെൻഷനുണ്ട്. ബട്ട് നൈറ്റ് ടൈം ആയതുകൊണ്ട് അവൾ ഉറങ്ങുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ. അങ്ങനെ ചെക്കിനൊക്കെ കഴിഞ്ഞ് കൊച്ചിനെ കുറച്ച് എൻഗേജ്ഡ് ആക്കി അവളെ ഒന്ന് ടയേർഡ് ആക്കിയാൽ നേരത്തെ കിടന്ന് ഉറങ്ങൂല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ ചേച്ചി മാക്സിമം പണിയെടുക്കുന്നുണ്ട്. പോരാത്തതിന് എന്താണെന്നറിയില്ല, ട്രിപ്പ് പുറപ്പെട്ടപ്പോൾ മുതൽ പാപ്പ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നാട്ടിൽ പോകാമെന്നൊക്കെ മനസ്സിലായോ എന്തോ. ആംസ്റ്റർഡാം ടു ഡൽഹിയാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ്. ഡൽഹിയിൽ ഒരു 1.5 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. അവിടുന്ന് നേരെ കൊച്ചി. എയർ ഇന്ത്യ ആയിരുന്നു ഫ്ലൈറ്റ്. അങ്ങനെ ഞങ്ങൾ എൻ്റർ ആവാൻ പോവാണ്. 10 മണിക്കൂറത്തെ ലോങ് ഫ്ലൈറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡൽഹി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ ചെറിയൊരു പണി കിട്ടി. ഞങ്ങളുടെ ഫ്ലൈറ്റ് പിന്നെയും ഡിലേ ആയി. ഒരു 5-6 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യേണ്ട വന്നു. അത് കഴിഞ്ഞിട്ട് വേണ്ടത് ഈ കൊച്ചിക്കുള്ള ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഡൽഹി ഫ്ലൈറ്റ് നമ്മളിങ്ങനെ നോക്കി ഇരിക്കുന്നതുകൊണ്ടാണോ അത് തീരാത്ത പോലെ തോന്നുന്നുണ്ടായിരുന്നു. പാപ്പുവാണെ എക്സ്പ്ലോർ ചെയ്ത് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് അവൾക്ക് തന്നെ അറിയില്ല. രാവിലെ ആയിരുന്നുകൊണ്ട് അവൾക്ക് അങ്ങ് ഉറക്കവും വരുന്നില്ല. ഫുള്ള് കളി ചിരി, പുറകെ ഇരിക്കുന്ന ചേട്ടനോട് വർത്താനം പറയാം, അങ്ങനെ അങ്ങ് പോന്നു. ഇപ്പം പിച്ച നടക്കാനൊക്കെ തുടങ്ങിയതുകൊണ്ട് പുള്ളിക്ക് അങ്ങ് മടിയിലിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇറിറ്റേഷനാണ്. അങ്ങനെ ഞങ്ങളൊരു 7-7:30 കൂടി കൊച്ചിയിൽ ലാൻഡ് ആയിരിക്കുകയാണ്. ഞങ്ങൾ ഇറങ്ങാൻ വരുന്നിടം വരെ ഭയങ്കര മഴയായിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞപ്പം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മഴയൊന്നുമില്ലാതെ ഭയങ്കര ക്ലീനായി. അങ്ങനെ ഞങ്ങൾ അച്ചിയെ കാണാൻ വേണ്ടി പോവാണ്. ചേട്ടാ ഇവിടെ കാക്കനാടാണ് വർക്ക് ചെയ്യുന്നത്. ഫ്ലൈറ്റിൽ നമ്മുടെ പുറകിലുണ്ടായിരുന്ന ഫാമിലിയോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് മീക്കുട്ടൻ അങ്ങനെ അച്ചിയെ നോക്കി നിൽക്കുവാണ്. സഞ്ജേട്ടായിക്കും ജോബിൻ ചേട്ടനും മാത്രമേ ഞങ്ങൾ വരുന്ന വിവരം അറിയത്തുള്ളൂ. സഞ്ജേട്ടായും ചേട്ടായും തമ്മിൽ ഭയങ്കര ബോണ്ടാട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന റിലേഷൻഷിപ്പാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ളത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ ഇതുവരെ ലൈഫിൽ അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിലുള്ളൊരു സന്തോഷം നമുക്ക് തോന്നിപ്പോയി. ചേട്ടായി കാക്കനാടാണ് വർക്ക് ചെയ്യുന്നത്. ചേട്ടായി അപ്പോൾ വണ്ടി ഞങ്ങളെ ഏൽപ്പിച്ച് ചേട്ടാണ് ഞങ്ങൾ കാക്കനാട് ഡ്രോപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ഞങ്ങൾ കുമരകത്തോട്ടാണ് പോകുന്നത്. കുമരകത്താണ് എൻ്റെ വീട്. ഇനി 2 മിനിറ്റ് കൂടെ ഉള്ളു ഗൈസ്. അച്ഛക്കൊരു കടയുണ്ട്. അപ്പോൾ അച്ഛൻ കടയൊക്കെ അടച്ച് വരാൻ ലേറ്റ് ആവുമെന്ന് എനിക്കറിയായിരുന്നു. ഞങ്ങൾ ആൾക്കാരൊരു 12 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ ചെല്ലുന്നത്. പക്ഷെ അവർ ഉറങ്ങിയിട്ടില്ലായിരുന്നു. അച്ഛൻ പൊതുവെ ഇച്ചിരി എക്സൈറ്റ്മെൻറ്റ് കുറവുള്ള ആളാണ്. ഇമോഷൻസും ഒരുപാട് വെളിയിൽ കാണിക്കാത്ത ആളാണ്. പക്ഷെ ഞാൻ ഇതുവരെ കാണാത്ത കൈൻഡ് ഓഫ് ഒരു റിയാക്ഷൻ ആയിരുന്നു അച്ഛയോട് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. മുഖമൊക്കെ ഭയങ്കര വെളുത്തിരിക്കുമായിരുന്നു. പാപ്പുവിനെ എടുക്കാൻ പഠിച്ച പണി 18 നോക്കുന്നുണ്ട് രണ്ടുപേരും. ഞാൻ അച്ഛയോട് പറഞ്ഞായിരുന്നു വെച്ചപ്പോൾ അവളെ കണ്ടാലും ആദ്യം ഇച്ചിരി ഒളിച്ചക്കണ്ടൊക്കെ കളിച്ചാൽ അവൾ കൂടെ പോകുന്നു. അച്ഛൻ അത് ഓർത്തിട്ടാണോ എന്നറിയില്ല, നിന്ന് പരിശ്രമിക്കും. എനിക്ക് 2 അനിയന്മാരാണുള്ളത്. ഒരുത്തൻ മേളിലുണ്ട്, ഒരുത്തൻ ഡ്യൂട്ടിക്ക് പോയേക്കുവാണ്. അവൻ നല്ല ഉറക്കത്തിലാണ്. നോക്കാം നമുക്ക്. ഗോകുലമാമൻ്റെ പെറ്റ് പിന്നെ അന്നും ഇന്നും മീക്കുട്ടനാണല്ലോ. അമ്മ കുറേ സ്ട്രാറ്റജിയൊക്കെ ആലോചിച്ച് അവസാനം ഉത്സവത്തിന് വാങ്ങിച്ചു വെച്ച് കുറേ കളിപ്പാട്ടമൊക്കെ ഇറക്കി കൊച്ചിനെ കയ്യിലെടുക്കാൻ കുറേ ശ്രമിച്ചു. ഫൈനലി അമ്മയുടെ ശ്രമം ബലം കണ്ടു. അവൾ അമ്മയുടെ കയ്യിൽ പോയി ഗൈസ്. കണ്ണൻ്റെ റിയാക്ഷൻ മാത്രം കിട്ടിയില്ല. കാരണം അവൻ വന്ന സമയത്ത് കൊച്ചു ജസ്റ്റ് ഒന്ന് തലയിടിച്ച് എൻ്റെ കരച്ചിലും ബഹളമൊക്കെ ആയി. ബട്ട് രാവിലെ തന്നെ അവൾ ഒരു കുഴപ്പമില്ലാതെ അവൻ്റെ പോയി. മീക്കുട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണമാമന് സുഖമാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാണ്. നമുക്ക് അടുത്ത ആൾക്കാരെ സർപ്രൈസ് ചെയ്യണ്ടേ. നമ്മൾ ഹൈ റേഞ്ചിലോട്ട് പോവാണ് ഗൈസ്. ചേട്ടയുടെ വീട് ഇടുക്കിയാണ്.
ഇടയ്ക്കൊരു ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ അവിടെ വെച്ച് ഞങ്ങളൊന്നും ഞെട്ടി. ഞങ്ങളുടെ കസിനെ ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടെ വെച്ച് കണ്ടു. അവനും ഞെട്ടി, ഞങ്ങളും ഞെട്ടി. എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ഒരു പെട്ടി മിസ്സായിരുന്നു. അത് അവർ നമുക്ക് ഡോർ സ്റ്റെപ്പ് ഡെലിവറി ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ ഇറങ്ങിയോണ്ട് വീട്ടിലെത്തിയപ്പോൾ ഒരു ഇച്ചിരി ലേറ്റായി. പക്ഷേ ടൈമിംഗ് എല്ലാം കറക്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് കയറാൻ പോവാണ് ഫ്രണ്ട്സ്. ഡോറ് തുറന്നത് തക്കരനാണ്, പെങ്ങളുടെ കുഞ്ഞാണ്. അവൻ എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തമില്ലാതെ നിൽക്കുമായിരുന്നു. അമ്മയാണ് പകച്ചു പോയി. നമുക്ക് എന്നാ ചെയ്യണമെന്ന് ഒട്ടും പിടിയും കിട്ടുന്നില്ലായിരുന്നു. ഒരു പരിപാടിയായി പോയി. ഞങ്ങൾ എല്ലാവരും എന്നിട്ട് അശ്വതിയെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുമായിരുന്നു. ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് സന്തോഷവും സങ്കടവും എല്ലാം ഒരുപോലെ വരുന്നുണ്ട്. കാരണം ഞങ്ങൾ തിരിച്ച് വെക്കേഷനൊക്കെ കഴിഞ്ഞ് ബെൽജിയം എത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. എന്നാണ് ഇതൊരു ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഡോക്യുമെൻറ്റേഷൻ തന്നെയാണ് എനിക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ നാട്ടിൽ പോയിൻ്റെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പോകെ ഞാനതൊക്കെ അപ്ലോഡ് ചെയ്യാം.